എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഓഗസ്റ്റ് മാസം 10-ാം തീയതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങളിലെ ചോദ്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കൃത്യമായിട്ട് കണ്ട് ഇനിയുള്ള പരീക്ഷകൾക്കായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം, കേരള സംസ്ഥാന പോലീസ് പരാതി പരിഹാര അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ ആര്? ഉത്തരം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. കേരള സംസ്ഥാന പോലീസ് പരാതി പരിഹാര അതോറിറ്റിയുടെ പുതിയ ചെയർമാനായി നിയമിതനായിരിക്കുന്നത് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ്. കേരള ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെയാണ് കേരള സംസ്ഥാന പോലീസ് പരാതി പരിഹാര അതോറിറ്റി അഥവാ സ്റ്റേറ്റ് പോലീസ് കംപ്ലയൻസ് അതോറിറ്റിയുടെ പുതിയ ചെയർമാനായി നിയമിച്ചിരിക്കുന്നത്. പോലീസിനെതിരായുള്ള പരാതികൾ പരിശോധിക്കുന്ന ഒരു പ്രധാന സംവിധാനമാണ് കേരള സംസ്ഥാന പോലീസ് പരാതി പരിഹാര അതോറിറ്റി. അടുത്ത ചോദ്യം, ചന്ദ്രനിലെ ഐൻസ്റ്റീൻ ഗർത്തത്തിന് സമീപം ഇടിച്ചിറങ്ങിയ ബഹിരാകാശ വസ്തു ഏത് എന്നുള്ളതാണ് ചോദ്യം. ചന്ദ്രനിലെ ഐൻസ്റ്റീൻ ഗർത്തത്തിന് സമീപം ഇടിച്ചിറങ്ങിയ ബഹിരാകാശ വസ്തു ഏത്? ഉത്തരം സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 അപ്പർ സ്റ്റേജ് ആണ് ചന്ദ്രനിലെ ഐൻസ്റ്റീൻ ഗർത്തത്തിന് സമീപം ഇടിച്ചിറങ്ങിയ ബഹിരാകാശ വസ്തു. അതായത് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിൻ്റെ ഉപേക്ഷിക്കപ്പെട്ട അപ്പർ സ്റ്റേജാണ് ഐൻസ്റ്റീൻ ഗർത്തത്തിനും ബെൽ ഗർത്തത്തിനും ഇടയിലുള്ള പ്രദേശത്ത് ഇടിച്ച് ഇറങ്ങിയത്. 2026 ഓഗസ്റ്റ് 5-നാണ് ഇത് ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയത്. ഇത് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 വിക്ഷേപണവുമായി ബന്ധപ്പെട്ട അപ്പർ സ്റ്റേജ് ആണെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, 2026 VT സ്മാരക ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം PV ഷാജികുമാർ. മലയാളത്തിലെ പ്രധാന എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ PV ഷാജികുമാറിന് അദ്ദേഹത്തിൻ്റെ പ്രധാന നോവലായ മരണവംശം എന്ന നോവലിനാണ് 2026 VT സ്മാരക ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 2026 VT സ്മാരക ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് PV ഷാജികുമാർ, നോവൽ മരണവംശം. അടുത്ത ചോദ്യം, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ലോകമത പാർലമെൻറ്റ് സംഘടിപ്പിക്കുന്നത് എവിടെ? ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ലോകമത പാർലമെൻറ്റ് സംഘടിപ്പിക്കുന്നത് എവിടെ? ഉത്തരം ടോക്കിയോ, ജപ്പാൻ. ജപ്പാനിലെ ടോക്കിയോയിലാണ് ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ലോകമത പാർലമെൻറ്റ് സംഘടിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഈ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് എന്ന് പറയുന്നത് വർക്കല ശിവഗിരി മഠം ആസ്ഥാനമാക്കിയുള്ള ഒരു ട്രസ്റ്റാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ മാനവികത, സമത്വം, മതസൗഹാർദ്ദം തുടങ്ങിയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് ഈ ട്രസ്റ്റിൻ്റെ പ്രധാന ചുമതല. അത്തരത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജപ്പാനിലെ ടോക്കിയോയിൽ വച്ചാണ് ലോകമത പാർലമെൻറ്റ് സംഘടിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അടുത്ത ചോദ്യം, പട്ടികജാതി വിഭാഗങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതി ഏത്? ഉത്തരം പഞ്ചമി ഗ്രാമം. പട്ടികജാതി വിഭാഗങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ് പഞ്ചമി ഗ്രാമം. കേരള സർക്കാരിൻ്റെ 100 ദിന കർമ്മ പദ്ധതി രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പഞ്ചമി ഗ്രാമം എന്ന് പറയുന്നത്. പട്ടികജാതി വിഭാഗങ്ങൾ കൂടുതലായി താമസിക്കുന്ന ഗ്രാമങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് ഈ പഞ്ചമി ഗ്രാമം എന്ന പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. റോഡ്, കുടിവെള്ളം, വൈദ്യുതി, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പഞ്ചമി ഗ്രാമം പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. പട്ടികജാതി ഗ്രാമങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള പദ്ധതി പഞ്ചമി ഗ്രാമം. അടുത്ത ചോദ്യം, പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ത്രിരാഷ്ട്ര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം? പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ത്രിരാഷ്ട്ര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി. പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി എന്നീ രാജ്യങ്ങളാണ് പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ത്രിരാഷ്ട്ര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. 2026 ഓഗസ്റ്റ് 7-ന് മെക്കയിൽ വെച്ചാണ് 3 രാജ്യങ്ങളും സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്.
ഈ കരാറിലെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനെതിരായ സായുധ ആക്രമണം 3 രാജ്യങ്ങൾക്കെതിരായ ആക്രമണമായി കണക്കാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ആശയമായിട്ട് അവർ പറയുന്നത്. മെക്ക ജോയിൻറ്റ് ഡിഫൻസ് എഗ്രിമെൻറ്റ് അഥവാ മെക്ക സംയുക്ത പ്രതിരോധ കരാർ എന്ന പേരിലാണ് ഈ കരാർ അറിയപ്പെടുന്നത്. അപ്പോൾ മെക്ക സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി. അടുത്ത ചോദ്യം, 2026 സെൻറ്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചെസ് ടൂർണമെൻറ്റിലെ ചാമ്പ്യൻ ആര്? ഉത്തരം ആർ പ്രജ്ഞാനന്ദ. 2026 സെൻറ്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യനാണ് ആർ പ്രജ്ഞാനന്ദ. ഇന്ത്യയുടെ ചെസ് ഗ്രാൻഡ് മാസ്റ്ററായ ആർ പ്രജ്ഞാനന്ദയാണ് 2026 സെൻറ്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയിലെ സെൻറ്റ് ലൂയിസ്, മിസൗറിയിലാണ് ഈ ചെസ് ടൂർണമെൻറ്റ് നടന്നത്. അതിലെ ചാമ്പ്യനായിരിക്കുന്നത് ഇന്ത്യൻ ചെസ് ചാമ്പ്യനായ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററായ ആർ പ്രജ്ഞാനന്ദ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. എല്ലാവരും കൃത്യമായിട്ട് ഒരു ചോദ്യം പോലും മിസ് ചെയ്യാതെ പഠിച്ചാൽ മാത്രമേ ഇനിയുള്ള പരീക്ഷകളിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനായി നമ്മുടെ വീഡിയോ പരമാവധി പ്രയോജനപ്പെടുത്താൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നമുക്കൊന്നുകൂടി ഒറ്റ നോട്ടത്തിൽ റിവൈസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ചോദ്യം, പോലീസ് പരാതി പരിഹാര അതോറിറ്റി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ ഐൻസ്റ്റീൻ ഗർത്തത്തിൽ ഇടിച്ചിറങ്ങിയത് ഫാൽക്കൺ 9 അപ്പർ സ്റ്റേജ്. VT സ്മാരക ട്രസ്റ്റ് സാഹിത്യ പുരസ്കാരം നേടിയത് PV ഷാജികുമാറിൻ്റെ മരണവംശം എന്ന നോവലിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. ലോകമത പാർലമെൻറ്റ് സംഘടിപ്പിക്കുന്നത് എവിടെയാണ്? ടോക്കിയോ, ജപ്പാൻ. പട്ടികജാതി ഗ്രാമവികസന പദ്ധതി ഏതാണ്? പഞ്ചമി ഗ്രാമ പദ്ധതി. ത്രിരാഷ്ട്ര പ്രതിരോധ കരാർ ഒപ്പുവെച്ച രാജ്യങ്ങൾ പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി. 2026 സെൻറ്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചെസ് ടൂർണമെൻറ്റിലെ ചാമ്പ്യൻ ആർ പ്രജ്ഞാനന്ദ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങൾ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. എല്ലാവർക്കും വിജയാശംസകൾ.